ഇന്ത്യ എന്ത് പറഞ്ഞാലും റഷ്യ അത് അക്ഷരം പ്രതി അനുസരിക്കും. അത്രയ്ക്ക് ചങ്കുകളാണ് മോദിയും പുടിനും. T-20 MS ടാങ്കുകൾ സംയുക്തമായി വികസിപ്പിക്കാൻ ഇന്ത്യയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് റഷ്യ. നിലവിൽ ഏറ്റവും പുതിയ T-90 MS ടാങ്കിന്റെ സംയുക്ത നിർമ്മാണം ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് റഷ്യയുടെ ഒരു പ്രതിരോധ കമ്പനിയായ റോബോൺ എക്സ്പോർട്ട്. വാർത്താ ഏജൻസിയായ RT-യുടെ റിപ്പോർട്ട് പ്രകാരം T-90 MS സംയുക്ത നിർമ്മാണം ടാങ്ക് മേഖലയിലെ റഷ്യ ഇന്ത്യ സഹകരണത്തിന്റെ അടുത്ത ഘട്ടമായിരിക്കുമെന്നാണ് റഷ്യൻ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള പ്രതിരോധ കമ്പനിയായ റോബോൺ എക്സ്പോർട്ട് പറയുന്നത്. റോസ്റ്റിന്റെ ഭാഗമായ ഉറൽ വാക്സോട് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച റഷ്യയുടെ ഏറ്റവും പുതിയ T-90M ടാങ്ക് പരമ്പരയുടെ കയറ്റുമതി പതിപ്പാണ് T-90 MS. ഇന്ത്യക്ക് ഇതിനകം തന്നെ T-72, T-90S ടാങ്കുകളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. കമ്പനികളുടെ അഭിപ്രായത്തിൽ T-90 MS പ്രാദേശികമായി നിർമ്മിക്കാനുള്ള സാധ്യതയുള്ള പദ്ധതി പല ഘട്ടങ്ങളിലായി നടപ്പിലാക്കാൻ കഴിയുമെന്നാണ്. ഒന്ന്, ഇന്ത്യൻ സൗകര്യങ്ങളിൽ അസംബ്ലി ചെയ്യുന്നതിനുള്ള സാങ്കേതിക കിറ്റുകളുടെ വിതരണം. രണ്ടാമത്തേത്, ഘടകങ്ങളുടെ നിർമ്മാണത്തിന്റെ പ്രാദേശികവൽക്കരണം. റഷ്യ ഇന്ത്യക്ക് കൊടുക്കുന്ന എല്ലാ ആയുധങ്ങളിലും ഇന്ത്യക്ക് തന്നെ അതിൽ പ്രാദേശികമായി എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം റഷ്യ ഇന്ത്യക്ക് നൽകുന്നുണ്ട്. മുമ്പ് കൈമാറ്റം ചെയ്യപ്പെട്ട സാങ്കേതിക വിദ്യ സൃഷ്ടിച്ച സാങ്കേതിക അടിത്തറ ഇന്ത്യൻ സംഭരണങ്ങളിൽ T-90 MS-ഉം അതിന്റെ അടിസ്ഥാനമാക്കിയുള്ള യുദ്ധവാഹനങ്ങളും നിർമ്മിക്കാൻ ആവശ്യമായ ചെലവും സമയവും ഗണ്യമായി കുറയ്ക്കുന്നുവെന്നത് കമ്പനി പ്രതിനിധി തന്നെ പറയുകയാണ്. T-90 MS പുതിയൊരു അഗ്നി നിയന്ത്രണ സംവിധാനമുണ്ട്. T-90 MS-ൽ ഡിജിറ്റൽ ഓൺ ബോർഡ് ആർക്കിടെക്ചറിന്റെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ ഫയർ കൺട്രോൾ സിസ്റ്റവും T-90 MS ടാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ രൂപകൽപ്പനയിൽ ഒരു സംയോജിത ഇൻഫർമേഷൻ കമാൻഡ് സിസ്റ്റവും മറ്റ് നൂതന പരിഹാരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ശ്രേണിയിലുള്ള പീരങ്കി റൗണ്ടുകളും ഗൈഡഡ് മിസൈലുകളും ഉപയോഗിച്ച് ടാങ്കിന്റെ ഫയർ പവർ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വിദേശ ടാങ്ക് മോഡലുകളുമായി T-90 MS-നെ താരതമ്യം ചെയ്യുമ്പോൾ യുദ്ധകളത്തിൽ T-90M ഉപയോഗിച്ച റഷ്യൻ സൈനികർ യുക്രൈൻ സംഘർഷത്തിലെ യുദ്ധ ദൗത്യങ്ങളിൽ ടാങ്ക് വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചതായി കമ്പനിയുടെ പ്രതിനിധി തന്നെ പറയുന്നുണ്ട്. അമേരിക്കൻ M1 അബ്രാസ്, ജർമ്മൻ ലെപ്പോർഡ് 2 തുടങ്ങിയ പാശ്ചാത്യ പ്രധാന യുദ്ധ ടാങ്കുകളെ ടാങ്ക് ഗണ്യമായി മറികടന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. 1960-കൾ മുതൽ ഇന്ത്യ റഷ്യൻ ടാങ്കുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ചൈനയിലെ ആവടിയിലുള്ള ഹെവി വെഹിക്കിൾ ഫാക്ടറിയിൽ ഇതിനകം തന്നെ 1000-ലധികം T-90 ടാങ്കുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഏകദേശം $7.8 ബില്യൺ ടാങ്ക് നവീകരണ പദ്ധതികളാണ് ഇന്ത്യ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമാക്കാനാണ് പുതിയ നിർദ്ദേശവുമായി റഷ്യ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സഹകരണം ഇന്ത്യയുടെ കവചിത വാഹന വ്യൂഹത്തെ ആധുനികവൽക്കരിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാക്കാനും സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇതിനോട് ഇന്ത്യ ഇപ്പോൾ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. എന്നാലും വരും ദിവസങ്ങളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ കരാർ ഒപ്പുവയ്ക്കുകയും അതോടൊപ്പം തന്നെ T-90 പദ്ധതിയിലായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം റഷ്യയും ഇന്ത്യയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം അവിടെ നടക്കാതിരിക്കില്ല. ഇന്ത്യ എന്ത് പറയുന്നു അത് അതുപോലെ റഷ്യ കേൾക്കും, റഷ്യ എന്ത് പറയുന്നു അത് അതുപോലെ തന്നെ ഇന്ത്യ കേൾക്കും. കൂടാതെ രണ്ടുപേരും കൂടെ രണ്ട് രാജ്യം കൂടെ ചേർന്ന് ഒരു ആയുധം നിർമ്മിക്കുമ്പോൾ അതിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം രണ്ട് രാജ്യങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് രണ്ട് രാജ്യം കൂടെ തമ്മിൽ, അതായത് ഒരു ആയുധം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിർമ്മിച്ച് അത് പുറത്തേക്ക് ഇറക്കിയാലും അവർക്ക് രണ്ട് രാജ്യങ്ങൾക്കും ഇഷ്ടം പോലെ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനോ അതിൽ ഇനിയിപ്പോൾ മിസൈല് ഘടിപ്പിക്കാനോ അല്ലെങ്കിൽ ഡ്രോൺ ആണെങ്കിൽ ഡ്രോൺ തന്നെ ഘടിപ്പിക്കാനോ എന്ത് മാറ്റങ്ങൾ അല്ലെങ്കിൽ നടത്താനോ അതിൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യം റഷ്യ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. തിരിച്ച് അതേപോലെ തന്നെ ഇന്ത്യ റഷ്യക്ക് നൽകുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇങ്ങനെ കൂട്ടുകൂടുമ്പോൾ അമേരിക്കയ്ക്കും പാകിസ്ഥാനും ചൈനയ്ക്കും ഒക്കെ ഈ ചങ്ക് ഇടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ നെഞ്ചിടിപ്പ് കൂടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.